ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിനിടെ യോഗം വിളിച്ച് CPIM സംഘടന. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ഇന്ന് ചേരുക. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, അടിയന്തരമായി ഇങ്ങനൊരു യോഗം ചേരുന്ന ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കണമല്ലോ. ഇത് തന്നെയാണോ ചർച്ചാ വിഷയം? തീർച്ചയായും കുറച്ചു കാലമായി CPIMന്റെ സർവീസ് സംഘടന തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ എന്നാണ് സംഘടനയുടെ പേര്. വലിയ സംഘടനയാണ്. സർവശക്തമായ ഈ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസിലെ വളരെ സർവശക്തമായ ഒരു സംഘടന തന്നെയാണ്. ഈ സംഘടനയ്ക്കകത്തും ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ഇതിനകം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ചർച്ച നടന്നിട്ടില്ല. മുരാരി ബാബു ഒരു കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഭാരവാഹി കൂടിയായിരുന്നു. അദ്ദേഹമാണ് കഴിഞ്ഞ 2024 അവസാനത്തോടുകൂടി ഇടത് സംഘടന CPIMന്റെ സംഘടനയായ ഈ കോൺഫെഡറേഷനിലേക്ക് ചേരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസർ, ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയിലേക്കടക്കം അദ്ദേഹം എത്തിയെന്ന തരത്തിൽ ഉള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതൊന്നും തന്നെ കൃത്യമായ രീതിയിലുള്ള ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല. കൃത്യമായ രീതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും ചില ആളുകൾക്ക് ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം. എന്തായാലും CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയും ഒക്കെയായ K. രാധാകൃഷ്ണൻ MP ആണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. അദ്ദേഹത്തിനാണ് ഈ സംഘടനയുടെ ചുമതലയുള്ളത്. രാവിലെ 10 മണിക്കാണ് യോഗം. കൂടുതൽ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എന്ന തരത്തിലേക്ക് അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ വിഷയം കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നതിനെ കുറിച്ചായിരിക്കും ഒരു ചർച്ച നടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 10 മണിക്കാണ് യോഗം ചേരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.